പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാരൂപിയുടെയും നാമത്തിൽ ആമേൻ. വീണ്ടും വചനവുമായി വരാൻ സാധിക്കുന്നതിന് കർത്താവിന് നന്ദി പറയുന്നു. ഇന്ന് നമ്മൾ വിചിന്തനം ചെയ്യുന്ന വചനഭാഗം വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 21 അധ്യായം 28 വാക്യം മുതൽ. 2 പുത്രന്മാരുടെ ഉപമ. നിങ്ങൾക്ക് എന്തു തോന്നുന്നു? ഒരു മനുഷ്യന് 2 പുത്രന്മാരുണ്ടായിരുന്നു. അവൻ ഒന്നാമൻ്റെ അടുത്ത് ചെന്ന് പറഞ്ഞു, മകനെ, പോയി ഇന്ന് മുന്തിരിത്തോട്ടത്തിൽ ജോലി ചെയ്യുക. ഞാൻ പോകാമെന്ന് അവൻ പറഞ്ഞു, എങ്കിലും പോയില്ല. അവൻ രണ്ടാമൻ്റെ അടുത്ത് ചെന്ന് ഇത് തന്നെ പറഞ്ഞു. അവനാകട്ടെ, എനിക്ക് മനസ്സില്ല എന്ന് പറഞ്ഞു. എങ്കിലും പിന്നീട് പശ്ചാത്തപിച്ച് അവൻ പോയി. ഈ 2 പേരിൽ ആരാണ് പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റിയത്? അവർ പറഞ്ഞു, രണ്ടാമൻ. യേശു പറഞ്ഞു, സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ചുങ്കക്കാരും വേശ്യകളുമായിരിക്കും നിങ്ങൾക്ക് മുമ്പേ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുക. എന്തെന്നാൽ യോഹന്നാൻ നീതിയുടെ മാർഗത്തിലൂടെ നിങ്ങളെ സമീപിച്ചു, നിങ്ങൾ അവനിൽ വിശ്വസിച്ചില്ല. എന്നാൽ ചുങ്കക്കാരും വേശ്യകളും അവനിൽ വിശ്വസിച്ചു. നിങ്ങളത് കണ്ടിട്ടും അവനിൽ വിശ്വസിക്കത്തക്ക വിധം അനുതപിച്ചില്ല. ദൈവവചനമാണ് നമ്മൾ കേട്ടത്. നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രൈസ് യു ജീസസ്. താങ്ക് യു ജീസസ്. അഡോർ യു ജീസസ്. വർഷിപ്പ് യു ജീസസ്. ലവ് യു ജീസസ്. ഇത് വളരെ സിമ്പിളായിട്ടുള്ള ഒരു വചനം, എന്നാൽ ഒത്തിരി അർത്ഥം ഉൾക്കൊള്ളുന്ന വചനഭാഗം. ഒരു പിതാവ് തൻ്റെ 2 മക്കളെ വിളിക്കുകയാണ്, മൂത്തവനെ വിളിക്കുകയാണ്. എന്നിട്ട് പറയുന്നു, നീ പോയി മുന്തിരിത്തോട്ടത്തിൽ വേല ചെയ്യുക. അവൻ പറഞ്ഞു, പോകാമെന്ന് പറഞ്ഞു. എന്നിട്ട് അവൻ പോയില്ല. രണ്ടാമത്തവനോട് പറഞ്ഞപ്പോൾ അവൻ പറഞ്ഞു, എനിക്ക് പോകാൻ പറ്റില്ല. പക്ഷെ പിന്നീട് അവൻ്റെ മനസ്സ് മാറി, അവൻ പോവുകയാണ്. അപ്പം ഇതിൽ ആരാണ് നല്ലവൻ എന്ന് ആണ് ഈ കഥയുടെ സാരം. ക്രിസ്തു. നമ്മളെല്ലാവരും വചനം പ്രഘോഷിക്കുവാനും ക്രിസ്തുവിൻ്റെ വേല ചെയ്യുവാനായി ക്രിസ്തുവിൻ്റെ മുന്തിരിത്തോട്ടത്തിലേക്ക്, ഈ ലോകത്തിലേക്ക്, നിന്നെപ്പോലെ തന്നെ നിൻ്റെ അയൽക്കാരനെയും സ്നേഹിക്കുക, അവർക്ക് നന്മ ചെയ്യുക എന്ന് പറഞ്ഞ് വിവിധ തരം താലന്തുകളുമായി കർത്താവ് നമ്മളെ ഈ ഭൂമിയിലേക്ക് 30,000 ദിവസത്തേക്ക് അയച്ചിരിക്കുകയാണ്. പക്ഷെ പലപ്പോഴും നമ്മളത് ചെയ്യാമെന്ന് പറയുകയും നാളെ എന്ന് നീട്ടി വെച്ച് ക്രിസ്തുവിന് നിരക്കാത്ത രീതിയിൽ, വചനത്തിന് നിരക്കാത്ത രീതിയിൽ ഈ ഭൂമിയിൽ നമ്മുടെ ജീവിതം തള്ളി നീക്കുന്നു. അതേസമയം വേറെ ചിലർ ജീവിത ആരംഭത്തിലൊക്കെ പാപാവസ്ഥയിലായിരുന്നെങ്കിലും പെട്ടെന്ന് മനസ്സുമാറി യഥാർത്ഥമായി പശ്ചാത്തപിച്ച് ക്രിസ്തു മാർഗത്തിലേക്ക് തിരിയുന്നതാണ് രണ്ടാമത്തെ മകൻ.
അതുകൊണ്ട് തന്നെയാണ് കർത്താവ് പറയുന്നത്, ചുങ്കക്കാരും വേശ്യകളും അവരൊക്കെ വഴിതെറ്റിപ്പോയവരാണെങ്കിൽ തന്നെയും ഈ വെറുതെ ആചാരങ്ങളും ഫരിസേയരെ പോലെ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി ഈ കുർബാനയിൽ പങ്കെടുക്കലും പള്ളി കമ്മിറ്റികളിൽ പങ്കെടുക്കുകയും അങ്ങനെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളുമായി നടന്ന് ഹൃദയത്തിൽ യഥാർത്ഥ പശ്ചാത്താപമില്ലാത്തവരെക്കാൾ മുൻപിൽ ചുങ്കക്കാരും പാപികളും വ്യഭിചാരികളും മദ്യപരും വേശ്യകളും സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കും. അവർ മാനസാന്തരപ്പെട്ട് അവർ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കും എന്ന് കർത്താവ് നമുക്കെല്ലാവർക്കും താക്കീത് നൽകുന്നു. അപ്പോൾ യഥാർത്ഥ അനുതാപത്തിലേക്ക് കർത്താവ് നമ്മളെ വിളിക്കുന്നു. എത്രമാത്രം അനുതാപമുള്ളവരായിട്ടാണ് നമ്മൾ ജീവിക്കുന്നത്? നമ്മൾ യഥാർത്ഥത്തിൽ വീണ്ടും ജനിച്ചുവോ? നമ്മൾ യഥാർത്ഥത്തിൽ മാനസാന്തരപ്പെട്ടുവോ? അതോ നമ്മുടെ സ്വാർത്ഥതയ്ക്ക് എല്ലാം മുകളിൽ വെറുതെ ക്രിസ്തുവിനെ ധരിച്ച് മാന്യത ചമഞ്ഞ് നടക്കുന്നവരാണോ നമ്മൾ? അതോ യഥാർത്ഥത്തിൽ ക്രിസ്തുവിനെ നമ്മൾ സ്നേഹിച്ച് ക്രിസ്തുവിനെ നെഞ്ചിലേറ്റി ക്രിസ്തുവിൻ്റെ പാത പിന്തുടരുന്നവരാണോ നമ്മളെന്ന് ആത്മശോധന ചെയ്യുന്നത് നന്നായിരിക്കും. ഈ ഒരു തിരിച്ചറിവിലേക്ക് ദൈവം നമ്മളെ വിളിക്കുന്നു. ഇതിനകത്ത് രണ്ടാമത്തെ ഒരു ലെസൺ, നമ്മൾ എത്രമാത്രം വഴിപിഴച്ചവരാണെങ്കിലും ആ ആട്ടിൻകൂട്ടത്തിൽ ഒന്നിനെ കാണാതെ പോയപ്പോൾ 99 ഉപേക്ഷിച്ച് ആ ഒന്നിൻ്റെ പുറകെ പോയവനാണ് നമ്മുടെ ആബാ പിതാവ്. അപ്പോൾ നമ്മുടെ പാപങ്ങളുടെ നിറം എത്ര കടും ചുവപ്പാണെങ്കിലും കർത്താവിൽ നമുക്ക് ആശയുണ്ട് എന്ന തിരിച്ചറിവ്. അതുകൊണ്ടാണ് ആദ്യം നമ്മൾ ജീവിതത്തിൻ്റെ ഭൂരിഭാഗവും ഒരുപക്ഷെ വഴിതെറ്റിപ്പോയവരാണെങ്കിലും നമുക്ക് സ്വർഗരാജ്യത്തിൽ ഇടമുണ്ട്, യഥാർത്ഥമായി നമ്മൾ മാനസാന്തരപ്പെടുകയാണെങ്കിൽ. ഇത് വലിയ ഒരു പ്രത്യാശയുടെ സന്ദേശമാണ്. വഴിതെറ്റിപ്പോയവർക്കൊരു തിരിച്ചുവരവിനുള്ള പാതയില്ലെങ്കിൽ എത്ര കഷ്ടമായിരിക്കും അത്. അപ്പോൾ നമ്മുടെ ദൈവം ക്ഷമാശീലനാണ്. നമ്മുടെ ദൈവം പ്രത്യാശയുടെ ദൈവമാണ്. നമ്മുടെ പാപങ്ങളുടെ നമ്മുടെ ഇന്നലെകൾ എങ്ങനെയൊക്കെ ആയിരുന്നെങ്കിലും നമുക്ക് ഇന്നിലും നാളെയും നമുക്ക് പ്രത്യാശയുണ്ട്. നമ്മുടെ കർത്താവിലേക്ക് പൂർണ്ണ ഹൃദയത്തോടെ ഉരുകിയ ഹൃദയത്തോടെ തിരിയുകയാണെങ്കിൽ നമുക്ക് ആശയ്ക്ക് വകയുണ്ട്. ദൈവമേ, ഞങ്ങളുടെ പശ്ചാത്താപത്തെ വർദ്ധിപ്പിക്കണമേ. അങ്ങയോടുള്ള ഞങ്ങളുടെ സ്നേഹത്തെ വർദ്ധിപ്പിക്കണമേ. അങ്ങയുടെ കൃപ ഞങ്ങളുടെ മേൽ ചൊരിയണമേ. ഞങ്ങളുടെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കണമേ. കപട വിശ്വാസ മാർഗങ്ങൾ ഞങ്ങളിൽ നിന്ന് നീക്കം ചെയ്യട്ടെ. ഞങ്ങളുടെ വിശ്വാസം യഥാർത്ഥ വിശ്വാസമായി ക്രിസ്തുവിനാൽ ജ്വലിക്കുവാനുള്ള, ക്രിസ്തുവിൻ്റെ കൃപയാൽ ജ്വലിക്കുവാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കണമേ. ആബാ പിതാവേ, ആമേൻ. ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. നിങ്ങളും എനിക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുമല്ലോ. ആമേൻ. God bless.